അങ്ങനെ കാത്തിരുന്ന് ഇക്കൊല്ലത്തെ ഓണവും കഴിഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഓരോ ആഘോഷങ്ങളും എത്ര ഓർമ്മകൾ തന്നാണ് കടന്നു പോകുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ഫോണിൻ്റെ ഗാലറി നോക്കുമ്പോഴേ ഓണത്തിന് പൂ പറിക്കാൻ പോയതും പൂക്കള വിട്ടതും അങ്ങനെയുള്ള വീഡിയോസ് ആയിരുന്നു കൂടുതലും കേട്ടോ. ഇനി ഒരു പൂക്കള വിടാൻ അടുത്ത ഒരു കൊല്ലം കാത്തിരിക്കണം. ആ കാലയളവിനുള്ളിൽ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ കടന്നു പോയിട്ടുണ്ടാകും. തിരുവോണം കഴിഞ്ഞ് ഔട്ടത്തിൻ്റെ അന്ന് വൈകിട്ട് ഞാൻ മുറ്റത്തിറങ്ങിയിരിക്കുമ്പം നമ്മുടെ പൂക്കളമൊക്കെ വാടി തുടങ്ങി കിടക്കുന്ന കാണുമ്പോൾ ഒരു സങ്കടം. തിരുവോണത്തിന് തലേന്നേ പൂക്കള വിടാനും സദ്യ ഒരുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ എത്ര ഓട്ടങ്ങൾ ഓടും. അതുപോലെ ഓണം ആകുമ്പോഴേക്കും ഓടി എത്തുന്ന ഒരാളില്ലേ ഓണത്തുമ്പികൾ. പണ്ടൊക്കെ ഓണത്തിന് ഒരു മാസം മുന്നേ സ്വർണ്ണ നിറത്തിലുള്ള തുമ്പികൾ ഒരുപാട് നമ്മുടെയൊക്കെ പരിസരത്ത് കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവരെയൊക്കെ അങ്ങനെ കാണാറേ ഇല്ല. 1-2 എണ്ണത്തിനെ കണ്ടാലായി കണ്ടില്ലേലായി. ഇന്നലെ രാത്രിയിൽ ഞാൻ മുറ്റത്തിരുന്നപ്പോഴേ നമ്മുടെ മുറ്റത്തിരുന്ന ചെടിയിൽ ഒരു തുമ്പി ഇരിക്കുന്നു. ഇത് ഓണത്തുമ്പിയാണോ എന്ന് നോക്കിയപ്പം ഇതിൻ്റെ ചിറകുകളിൽ മൊത്തത്തിൽ സ്വർണ്ണ കളറില്ല കേട്ടോ, കുറച്ചൊക്കെ സ്വർണ്ണ നിറമുണ്ട്. ഞാനൊന്ന് തൊട്ട് നോക്കിയപ്പോഴേക്കും പുള്ളിക്കാരി അങ്ങ് പറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവർ ഈ ഓണത്തിന് വിരുന്ന് വന്ന് ഓണം കഴിയുമ്പോഴേക്കും എങ്ങോട്ടാണ് ഈ പറന്നു പോകുന്നതെന്ന് എൻ്റെ കുട്ടിക്കാലം മുതലുള്ള സംശയമാണ് കേട്ടോ. അതുപോലെ പൂക്കളെ വിട്ടപ്പോൾ മുതൽ പൂക്കളത്തിനകത്തിക്കൂടെ റോന്തി വിറ്റുന്ന ഒരുത്തരും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു?